കോൺഗ്രസ് പുതിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള സംരംഭവുമായി മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനം. ലാൽ ബഹദൂർ ശാസ്ത്രി യൂത്ത് അഗ്രോ മിഷൻ എന്ന പേരിൽ സംസ്ഥാനത്തെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിച്ച് കൃഷി ഇറക്കാനാണ് പരിപാടി. കാർഷിക സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പും ഭക്ഷ്യസുരക്ഷയും ലക്ഷ്യമിടുന്ന ക്ലബ്ബുകളിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. 140 അസംബ്ലി മണ്ഡലങ്ങളിലും സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി അതത് പ്രദേശത്തിന് യോജിച്ച കൃഷി ഇറക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോട്ടയത്ത് നിർവഹിച്ചു. ഏറ്റവും കാലോചിതമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പരിപാടി. കാർഷിക രംഗത്ത് താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് വലിയ ആവേശകരമായ ഒരു പിന്തുണ കൊടുക്കാൻ സാധിക്കത്തക്ക വിധത്തിലാണ് ഗവൺമെന്റിന്റെ പോളിസിയും. കർഷകൻ കൂടിയായ നടൻ സലീം കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്ധ്രക്കാർക്ക് വിട്ടുകൊടുത്തേക്കാണ്. പച്ചക്കറി തമിഴ്നാടിന് വിട്ടുകൊടുത്തു. പരിപ്പ് അതെല്ലാം നമ്മൾ രാജസ്ഥാൻകാര അങ്ങനെ സ്ഥലത്തേക്ക് വിട്ടുകൊടുത്തു. പിന്നെ ഈ ഓണത്തിന് പോലെ തൃക്കേക്കരപ്പന ചൈനക്കാർക്ക് തൃക്കേക്കരപ്പൻ ചൈനയിൽ നിന്ന് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. കൃഷി വകുപ്പിന്റെയും യുവജനക്ഷേമ ബോർഡിന്റെയും സഹായവും പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന സഹായധനവും പദ്ധതിക്കായി വിനിയോഗിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.